നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ കേസരി ബാത്താണ്. അതിന് വേണ്ടത് ഒരു പൈനാപ്പിൾ എടുത്ത് ജ്യൂസാക്കി വെക്കണം. നോക്കാം എങ്ങനെ പൈനാപ്പിൾ കേസരി ബാത്ത് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടത് പൈനാപ്പിൾ, 2 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1/4 ടീസ്പൂൺ കളർ പൊടി, കുറച്ച് മുന്തിരി, കുറച്ച് കശുവണ്ടി, ഉണ്ടാക്കി വെച്ച ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്, പിന്നെ 2 കപ്പ് റവ. നമ്മൾ ജ്യൂസ് എടുത്ത് ഗ്യാസിൽ തിളക്കാൻ വേണ്ടി വെക്കാം. അത് തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് റവ ഇടാം. ജ്യൂസ് നന്നായി തിളച്ച് വരുന്നുണ്ട്. തിളച്ചതിന് ശേഷം അത് മാറ്റി ചീനച്ചട്ടി വെച്ച് അത് ചെറിയ ബ്രൗൺ കളറിലേക്ക് ആവുന്നവരെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് തിളപ്പിച്ച് വെച്ച ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നന്നായി ഇളക്കുക. തിക്നെസ് ആയി വരുമ്പോഴത്തേക്കും അതിലേക്ക് കളർ പൊടി ഇടാം. അതായത് 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് ജ്യൂസ്, ആ അളവിലിട്ട് കൊടുക്കണം. നല്ല തിക്നെസ് ആയി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായി ഇളക്കിയ ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല തിക്നെസ്സായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് നെയ്യ് പുരട്ടി വെക്കണം. അതിലേക്ക് കശുവണ്ടിയും കിസ്മിസും ഇട്ട് കൊടുക്കുക. ഒരു പ്ലേറ്റ് എടുത്ത് നന്നായി അതിലേക്ക് നെയ്യിട്ട് പുരട്ടി കൊടുക്കുക. അതിലേക്ക് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച പൈനാപ്പിൾ കേസരി ബാത്ത് അതിലേക്ക് ഇട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നമ്മളെ പൈനാപ്പിൾ കേസരി ബാത്ത് റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.